നമുക്ക് ഒന്ന് ACC ആസ്ഥാനത്തേക്ക് ഒന്ന് പോകാം. ACC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം ചൊല്ലി കോൺഗ്രസ് സ്ഥിരമായി ആലപിക്കാറുള്ളത് പോലെ തന്നെ അത്ര മാത്രമേ ആലപിച്ചിട്ടുള്ളൂ. പൂർണ്ണമായി വന്ദേമാതരം ആലപിച്ചിട്ടില്ല ACC ആസ്ഥാനത്ത്. ACC ആസ്ഥാനത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ പ്രസിഡന്റുണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്, ഒപ്പം സോണിയ ഗാന്ധിയുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ചെങ്കോട്ടയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് എത്തിയിരുന്നില്ല. മല്ലികാർജ്ജുൻ ഖർഗെയോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ എത്തിയിരുന്നില്ല. ACC ആസ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം. നമുക്കിപ്പം നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, കോൺഗ്രസ് എല്ലാ കാലവും ചെയ്യുന്നത് പോലെ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം പാടി ദേശീയ പതാക ഉയർത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒന്നും ചെങ്കോട്ടയിൽ എത്താതിരുന്നു എന്നതും പ്രത്യേകതയായി അല്ലേ നോബൽ മാരിക്കാരൻ? അരുൺ, ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യ ആഘോഷങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. വന്ദേമാതരം മുഴുവൻ ചൊല്ലി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വന്ദേമാതരം മുഴുവൻ ചൊല്ലുമ്പോൾ സോണിയാഗാന്ധി ഇടപെട്ട് അത് നിർത്താൻ ആവശ്യപ്പെടുന്നു. പക്ഷേ മൊത്തം ചൊല്ലുന്ന സാഹചര്യം എന്താണെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുന്നു. വന്ദേമാതരം മുഴുവൻ ചൊല്ലിയിരുന്നു നോബൽ. അരുൺ, വന്ദേമാതരം മുഴുവൻ ആലപിച്ചാണ് ഇവിടെ ദേശീയ പതാക ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധി അതിനെ ഇടപെട്ടുകൊണ്ട് വന്ദേമാതരം മുഴുവനായി ചൊല്ലേണ്ടതില്ല എന്ന കൊണ്ടൊക്കെ ആംഗ്യം കാണിച്ചെങ്കിൽ പോലും മുഴുവൻ ചൊല്ലുന്ന, അത് റെക്കോർഡായി പ്ലേ ചെയ്യുകയായിരുന്നു ചെയ്തത്. മുഴുവൻ അവിടെ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ദേശീയ പതാക ഉയർത്തിയത്. മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും ഈ വിഷയത്തിൽ അസ്വസ്ഥരാവുകയും ഇടപെടാൻ ശ്രമം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് ആ ഒരു സമയത്ത് പിന്നീട് അത്തരത്തിൽ ഇടപെടലിലേക്ക് പോകാതെ പിന്നീട് അത് പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയിരിക്കുന്നു. മുഴുവൻ ചരണങ്ങളും ആലപിച്ച ശേഷമാണ് ഇപ്പോൾ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ACC ആസ്ഥാനത്ത് നമ്മൾ ആദ്യം കരുതിയത് വന്ദേമാതരം മുഴുവൻ ആലപിച്ചിരുന്നില്ല എന്നാണ്. എന്താണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി നോക്കാം പൂർണ്ണമായും. വന്ദേമാതരം പൂർണ്ണമായി പാടി ACCയിൽ. ഇടയ്ക്ക് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇടപെട്ട് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നതുമുണ്ട്. പക്ഷേ റെക്കോർഡഡാണ്, നിയമം പാസ്സാക്കിയിട്ടുണ്ട്. വന്ദേമാതര ആലാപനത്തിനിടയിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് നിയമപരമായ, അത് ഒരു കുറ്റകരമായ ഒരു പ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്യും. നിലവിൽ ദില്ലിയിലും നാടകീയ രംഗമാണ്. റെക്കോർഡ് ചെയ്ത വന്ദേമാതരം പ്ലേ ചെയ്തതാണ്. ആ ഒരു ഭാഗം ഒന്നുകൂടി പ്രേക്ഷകർക്ക് കാണാം. ACC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും പങ്കെടുത്ത പരിപാടിയിൽ നോക്കൂ. സോണിയാഗാന്ധി അതൃപ്തി അറിയിക്കുന്നു, മല്ലികാർജ്ജുൻ ഖർഗെയും ആ അതൃപ്തി അറിയിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുകയായിരുന്നു വന്ദേമാതരം. ആ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനിടയിലാണ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇടപെട്ടത്. പക്ഷേ വന്ദേമാതര ഗാനാലാപനം പൂർണ്ണമായി തന്നെ നടന്നു എന്നതാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നയത്തിനെതിരായിട്ട് ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. നോബൽ മാരിക്കാരൻ, ഒരു ജാഗ്രതക്കുറവുണ്ടായി എന്ന് വേണം കരുതാൻ അല്ലേ? ആദ്യത്തെ 2 സ്റ്റാൻസ ആലപിച്ചതിനു ശേഷം ദേശീയ പതാക ഉയർത്താനായിരുന്നു പരിപാടി.
പക്ഷേ റെക്കോർഡഡ് പ്ലേ ആയതുകൊണ്ട് മുഴുവൻ പ്ലേ ആയി, അതവിടെ ആരും ശ്രദ്ധിച്ചതുമില്ല. അത് പാടി തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇടപെടാൻ ശ്രമിക്കുന്നത്, അല്ലേ? അരുൺ, തീർച്ചയായും സോണിയാഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇത് മൊത്തത്തിൽ പാടുകയാണ് വന്ദേ മാതരം എന്ന കാര്യം മനസ്സിലാക്കി ഇത് അപ്പോഴേക്കും അതിൻ്റെ ഒരു സമയപരിധി, അത് ഗാനം ഏറെക്കുറെ അതിലൊരു പകുതിയോളം എത്തിയിരുന്നു. സോണിയാഗാന്ധി ഇടപെടുകയും പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെയോട് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ച് രാഹുൽ ഗാന്ധിയോട് സൂചിപ്പിച്ചെങ്കിലും പിന്നീട് ഈ പാട്ട് നിർത്തുന്നത് മറ്റൊരു തരത്തിൽ വലിയ ആശങ്ക അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്ന് കോൺഗ്രസും മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ സോണിയാഗാന്ധിയെ അനുനയിപ്പിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഈ ഗാനം മുഴുവനായി ആലപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും വന്ദേ മാതരം മുഴുവൻ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനത്ത് നടന്ന ഈ ദിനാഘോഷത്തിൽ അതിൽ ചെറിയ തൊഴിൽ നേരത്തെ അരുൺ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അത് ആശയമാണ് സോണിയാഗാന്ധി തന്നെ പരസ്യമായി തന്നെ അവരുടെ മുഖത്ത് അതൃപ്തിയോടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, മല്ലികാർജ്ജുൻ ഖർഗെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. റെക്കോർഡഡ് പ്ലേ ആയത് കാരണം ദേശീയ ഗീതം ആലാപനം ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയാതെ പോയി. രണ്ടുപേരും ഇടപെടുന്നുണ്ട്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. ഈ ഘട്ടമായപ്പോഴേക്കും രാഹുൽ ഗാന്ധി അത് മനസ്സിലാവുന്നു. രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ നോക്കുന്നുണ്ട്. ഇതാണ് ആ എക്സ്പ്രഷൻ. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ നോക്കുന്നുണ്ട്, സോണിയാഗാന്ധിയെ നോക്കുന്നുണ്ട്. അവസാനത്തെ രണ്ട് പോർഷൻ സോണിയാഗാന്ധി അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ പറയുന്നത്. ഇതാണ് ആ ആക്ഷൻ. സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്, നിർത്തണം എന്ന് പറയുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റെക്കോർഡഡ് പ്ലേ ആണ്. പൂർണ്ണമായിട്ടും ആലപിച്ചതിന് ശേഷമാണ് ഒടുവിൽ സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധി പറഞ്ഞിട്ടും മല്ലികാർജ്ജുൻ ഖർഗെ ഇടപെട്ടിട്ടും ഗാനാലാപനം റെക്കോർഡഡ് പ്ലേ ആയതുകൊണ്ട് തുടർന്നിരുന്നു. AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. ആദ്യം നമ്മൾ ധരിച്ചത് ഭാഗികമായി മാത്രമേ ആലപിച്ചിരുന്നുള്ളൂ എന്നാണ്. പക്ഷേ മുഴുവൻ കേൾക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും ആലപിച്ചിരിക്കുന്നു. ഇടയ്ക്ക് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇടപെട്ടിട്ട് പോലും ആ ഗാനം സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ജാഗ്രതക്കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി ആർ സുനിൽ, 1937 മുതൽ ഇന്നേ വരെ ഈ ദേശീയ ഗീതം വന്ദേ മാതരം കോൺഗ്രസിന്റെ ആസ്ഥാനത്തോ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പൂർണ്ണമായിട്ടും ആലപിച്ചിട്ടില്ല. 1937 തുടങ്ങിയ ചരിത്രമാണ്. ഇന്നിപ്പോൾ നിർഭാഗ്യവശാൽ ഒരു ഐറണി എന്ന് പറയുന്നത് വന്ദേമാതരത്തിനെതിരെ രാഷ്ട്രീയ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കൈ ഉയർത്തുന്നതും സ്റ്റോപ്പ് എന്ന് പറയുന്നതും ഒക്കെ കാണാം. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായിട്ടും ആലപിക്കുന്നൊരു സാഹചര്യമുണ്ടായി.